ഓക്കെ ഗൈസ്, ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതൽ ഇത്രയും വർഷമായി, ഒരു 3 വർഷം ആയെന്ന് തോന്നുന്നു. സോ ഈ ഒരു 3 വർഷം ഞാൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജൂൺ 21-ാം തീയതിയും 22-ാം തീയതിയും ഒക്കെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത്. സോ അത് ഈ 3 വർഷമായിട്ടും തുടർന്ന് പോവുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തലപതി വിജയുടെ ബർത്ത്ഡേ ആണ് നാളെ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മണിക്കകത്ത് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ തലപതി വിജയെ കുറിച്ചിട്ട് ഒരു വീഡിയോ എങ്കിലും ഇടാതിരുന്നത് അത് ഭയങ്കര മോശമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും വലിയൊരു ആരാധകനാണ്. ഇത് എൻ്റെ സർക്കിളിലുള്ള കുറച്ച് പേർക്കറിയാം വലിയൊരു ആരാധകനാണെന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ഇങ്ങനെ സ്റ്റോറി ഇട്ടും ഫോട്ടോ ഇട്ടോ ഒന്നും ഞാൻ ഇങ്ങനെ വെറുപ്പിക്കാറില്ല. പണ്ടൊക്കെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെച്യൂരിറ്റിയുടെ പ്രശ്നമാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഇപ്പോൾ അങ്ങനെ ഒരുവിധം സ്റ്റോറിയും ഫോട്ടോ ഒന്നും എപ്പോഴും ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കാതെ അത് ആ ഇഷ്ടം, വിജയോടുള്ള ഇഷ്ടം മനസ്സിൽ മാത്രമാണ് ഉള്ളത്. മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. പണ്ടുള്ള പോലെ തന്നെ അതിനേക്കാളും കൂടുതലായിട്ട് ഓരോ തവണയും ഓരോ സിനിമകൾ വരുമ്പോഴും അദ്ദേഹം പബ്ലിക്കിൽ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സോ ആ ഇഷ്ടം കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നാളെ ബർത്ത്ഡേ ആണ്. ഇതിപ്പോൾ 21-ാം തീയതി ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങളിതിപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. 50 വയസ്സായോ എന്ന് പറയുമ്പോൾ അത് അയ്യോ വിജയ്ക്ക് 50 വയസ്സായോ എന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പത്രത്തിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. മനോരമ ന്യൂസ് പേപ്പറിൽ ഞായറാഴ്ചകളിലൊരു സ്പെഷ്യൽ എഡിഷൻ വരുമല്ലോ. അപ്പോൾ അതിനകത്ത് വിജയെ കുറിച്ചിട്ട് വിജയ്ക്ക് 50 വയസ്സായി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ആർട്ടിക്കിൾ വായിച്ചിട്ട് അമ്മ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് വിജയ്ക്ക് 50 വയസ്സായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിച്ചു, അത്ര ആയോ എന്നുള്ളതില്ല. പക്ഷേ നമുക്കറിയാം, നമുക്ക് സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഖുഷി, അതുപോലെ തന്നെ തുള്ളാതവനം തുള്ളും, അതുപോലെ തന്നെ ഗില്ലി, പോക്കിരി, ഇതിലൊക്കെ വിജയ് വളരെ യങ് ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു എന്റർടൈനർ ആയിട്ട് ഈ സിനിമയ്ക്കകത്തൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു എന്റർടൈനർ ആയിട്ട്, ഒരു ഡാൻസർ ആയിട്ട്, പക്ക മാസ് ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയിട്ടൊക്കെ ഓരോ സിനിമയിലും അദ്ദേഹം നിറഞ്ഞാടിക്കൊണ്ടിരുന്നത്. നമുക്കിപ്പോഴും പല സിനിമകളും ടി വിയിൽ വീണ്ടും വരുമ്പോൾ നമുക്ക് ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉണ്ട് ആ സിനിമകൾക്കൊക്കെ. അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആസ്വദിച്ച് കാണാറുണ്ട്. ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏത് സിനിമ വന്നാലും വിജയുടെ സിനിമ, കുരുവി ആണെങ്കിലും, കുരുവിയൊക്കെ ഒരു ആവറേജ് പടം എന്ന് പറഞ്ഞാലും കുരുവിയൊക്കെ എനിക്ക് വീണ്ടും കാണുമ്പോൾ വിജയുടെ എക്സ്പ്രഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡാൻസ് ആണെങ്കിലും ഇതൊക്കെ ആ ഒരു സിനിമയ്ക്ക് എനിക്ക് എത്ര തവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇട്ടാലും ടി വിയിൽ ഇട്ടാലും ഞാനത് കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഗില്ലി ആണെങ്കിലും, ഗില്ലി ഇടയ്ക്കിടയ്ക്ക് സൺ ടി വിയിൽ ഇടാറുള്ളതാണ്. അതും സൺ ടി വിയിൽ ഇപ്പോഴും ഒരു സിനിമ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആ ഒരു ഈവനിങ് എല്ലാവരും വീട്ടിലിരുന്ന് കാണുന്ന ആ ഒരു ടൈമിൽ, ഇപ്പോഴും അതേ ഒരു ടൈമിൽ, അതായത് ഒരു പുതിയ പടങ്ങൾ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ടൈമിൽ ഇപ്പോഴും ഗില്ലി സിനിമ, അതുപോലെ തന്നെ പോക്കിരി സിനിമ, ഇതുപോലത്തെ സിനിമകളൊക്കെ സൺ ടി വിക്കകത്ത് ഇടുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത്രയും ഒരു ഫ്രഷ് ഫീലോടെ നമുക്ക് ആ ഒരു സിനിമ വീണ്ടും വീണ്ടും ഇന്ന് കാണാൻ സാധിക്കും. ഡയലോഗ്സ് പലതും ഓർമ്മയുണ്ട് എങ്കിൽ പോലും ആ സിനിമ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോടെ നമുക്കിരുന്ന് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് വിജയ് എന്ന വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് ഒരുപാടുണ്ട് ആ സിനിമയ്ക്കകത്ത്. ആ സിനിമ വീണ്ടും വീണ്ടും കാണുന്നതിൻ്റെ ഒരു റിപ്പീറ്റ് വാല്യൂവിൽ ഒരു വലിയൊരു പങ്ക് വിജയ്ക്കുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഒരുപാട് സിനിമകൾ വിജയുടെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഓരോ ടൈമിലും പല പല സിനിമകൾ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഇരുന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഓരോ ടൈമിലും പല പല സിനിമകളാണ് എൻ്റെ ഫേവറേറ്റ് സിനിമകളായിട്ടുണ്ടായിരുന്നത്. വസീകര എനിക്കൊരിടയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഒരു ഇടയ്ക്ക് ആ സിനിമയ്ക്കകത്ത് വിജയ് ഒരു മുടിയൊക്കെ ഇങ്ങനെ പട്ടറ വെട്ടി ഒരു അത്രയും സാധാരണ നമ്മൾ വിജയെ കാണുമ്പോഴേക്ക് വിജയ് മുടി വളർത്തിയിട്ടൊക്കെ ആണ് വരുന്നത്. അത്യാവശ്യം നോർമൽ ഇതുപോലെയൊക്കെ ഒരു സ്റ്റൈലിലാണ് വിജയ് മുടി വളർത്തിയിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുടി പട്ടറയൊക്കെ വെട്ടി ഒരു വേറൊരു ലുക്കിൽ ഒരു കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള വിജയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ഒന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ സമയത്ത്, അതുപോലെ തന്നെ വിജയും സ്നേഹയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വസീകര സിനിമ എനിക്ക് ആ ഒരു ടൈമിൽ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അതിനകത്തുള്ള പാട്ടുകളാണെങ്കിലും ഭയങ്കരമായിട്ട് ഹാർട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പാട്ടുകളൊക്കെ അതിനകത്ത് എനിക്കുണ്ട് ഫേവറേറ്റ് ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഖുഷി സിനിമ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഖുഷി സിനിമ പിന്നീടാണ്, പണ്ടൊക്കെ നമ്മൾ കാണുമായിരുന്നു, കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അത് എസ് ജെ സൂര്യയാണ് സംവിധാനം ചെയ്തതെന്നൊക്കെ അറിയുന്നത്. എന്ത് പടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിക്കായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഖുഷി സിനിമ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ തുള്ളാതവനം തുള്ളുമൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വിജയെ
ഞാൻ കാണുന്നത് തന്നെ തുള്ളാതെ തുള്ളു എന്ന് പറയുന്ന സിനിമയിൽ കൂടെയാണ്. ഞാൻ ഇതിനു മുന്നേയും എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേയും ഒരു വിജയുടെ ബർത്ത്ഡേ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ വിജയ് ചേട്ടൻ കസിൻ ചേട്ടൻ വന്നിട്ട് പണ്ടതുപോലെ VCD കാസറ്റൊക്കെ കൊണ്ടുവരും. VCD കാസറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് സിനിമകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇരുന്ന് വീട്ടിലിരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ കണ്ടതാണ് തുള്ളാതവനും തുള്ളും ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ആ സിനിമകളൊക്കെ കണ്ട് കണ്ട് ആണ് വിജയ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കയറി പറ്റിയത്. പിന്നെ എങ്ങനെയെന്ന് അറിയില്ല, ആ ഇഷ്ടം അവിടെ നിന്ന് കൂടിക്കൂടി വന്നു. പല സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്ന് വന്ന് പഴയ സിനിമകളൊക്കെ വീണ്ടും പോയിട്ട് തപ്പിയെടുത്ത് കാണാൻ തുടങ്ങി. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയ് എന്ന് പറയുന്നത് എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഹരമാണ്. സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്റർടൈനർ, ഒരു ഡാൻസർ, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെയാണ് എനിക്കും വിജയുടെ അടുത്ത് ആ ഒരു സിനിമയിൽ കൂടെ ഇഷ്ടം തോന്നിയത്. കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്ന സമയത്ത് കുറച്ച് നമ്മൾ പുറമേയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് വിജയ് സിനിമയ്ക്കകത്ത് മാത്രമല്ല സിനിമയ്ക്ക് പുറത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് ഇഷ്യൂവിൽ അവിടെ പോയി നിന്നതും, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ സർക്കാർ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ നിന്ന് ഒരു ഇഷ്യൂ വന്നപ്പം ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് നേരെ നൈറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ബൈക്കിൽ ട്രാവൽ ചെയ്ത് തൂത്തുക്കുടിയിലെവിടെ വന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. തൂത്തുക്കുടിയോ കോയമ്പത്തൂരോ അങ്ങനെ എവിടെയോ പോയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങളിൽ വിജയ് ഇൻവോൾവ് ആവാറുണ്ട്. പബ്ലിക്കിന്റെ പ്രശ്നങ്ങളിൽ വിജയ് നേരിട്ട് പോയി അവിടെ വിജയുടെ ആയിട്ടുള്ള അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവം വിജയ് എപ്പോഴും ചെയ്യാറുണ്ട്. ഇത് പണ്ട് മുതലേ ഉണ്ട്. പണ്ട് ഫിഷറീസിന്റെ അവരുടെയൊക്കെ ഒരു പ്രശ്നത്തിലും വിജയ് ഇതുപോലെ നേരിട്ട് പോയിട്ട് അവരുടെ ഒരു പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ വിജയ് മുന്നിൽ നിന്നിട്ടുണ്ട്. സോ അപ്പോഴൊക്കെ വിജയുടെ മനസ്സിലൊരു പൊളിറ്റിക്സിനകത്ത് വരണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആശയം ആ ടൈം മുതലേ ഉണ്ടായിരുന്നു. പല സമയത്തും മീഡിയക്കാർ ഇതിനെ വിജയ് രാഷ്ട്രീയത്തിൽ വരും, വിജയ്ക്ക് രാഷ്ട്രീയ പ്രവേശനം ഇഷ്ടമാണ്, വിജയ്ക്ക് രാഷ്ട്രീയമാണ് വേണ്ടത് എന്നൊക്കെയുള്ള പല പല ന്യൂസുകൾ വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പോഴും വിശ്വസിച്ചിരുന്നില്ല വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് വരും എന്നൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വിജയ് ലാസ്റ്റ് ആ ഒരു കൺഫർമേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. വിജയും രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് 2026 തമിഴ്നാട് ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. അതും ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞ സമയത്ത്, 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ആണല്ലോ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 52 വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും 2026 ആ ഒരു ഇലക്ഷൻ വരുന്നത്. സോ ആ ടൈമിൽ തമിഴ്നാടിന് ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ അവിടെ സ്റ്റാലിന് എല്ലാ മണ്ഡലത്തിലും സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രവേശനം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. അത് സക്സസ്ഫുൾ ആയിരിക്കുമോ അല്ല ഫ്ലോപ്പ് ആയിരിക്കുമോ എന്നതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു മാറ്റം വിജയ് കാരണം തമിഴ്നാട്ടുകാർക്ക് വരും എന്നത് എനിക്ക് ഉറപ്പുണ്ട്. അത് ആ വ്യക്തി അങ്ങനെ ആയതുകൊണ്ടാണ് പബ്ലിക്കിൽ ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയുടെ കുറെ കാര്യങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിജയ് കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊരു വലിയൊരു മാറ്റം വരും. അതിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്നത്. ഇപ്പോൾ ഇത്രയും പ്രായമായിട്ടുണ്ട്, ഒരു 50 വയസ്സായിട്ടുണ്ട്. 50 വയസ്സാകുമ്പോഴത്തേക്കും എന്തായാലും അതൊരു വലിയൊരു കാര്യമാണല്ലോ. 50 വയസ്സായി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സിനിമ ഇനി വലുതായിട്ട് ചെയ്യില്ല എന്നും കേൾക്കുന്നുണ്ട്. കമ്മിറ്റ് ചെയ്തിട്ടുള്ള 1-2 സിനിമകൾ മാത്രമേ ചെയ്യൂ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ വർഷത്തിലൊരിക്കൽ ഒരു സിനിമയായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ കൂടിപ്പോയ 2 സിനിമ ചെയ്യും വർഷത്തിൽ, അല്ലെങ്കിൽ ഒരു സിനിമ ഒരിക്കൽ റിലീസ് ആവുന്നത്. ആ സിനിമ പോലും നമുക്ക് ഇനി മിസ് ചെയ്യുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് പടങ്ങൾക്കൊന്നും ഞാൻ ഫസ്റ്റ് ഷോ പോയി കാണാറില്ല. കണ്ടിട്ടുള്ളത് വിജയുടെ പടങ്ങൾ മാത്രമാണ്. വിജയുടെ പടത്തിന് ശേഷം ഞാനൊരു ഫസ്റ്റ് ഷോ പോയി കാണുന്നത് വിക്രം സിനിമയാണ്. അല്ലാതെ വേറെ സിനിമകളൊന്നും ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഏതോ കണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഫസ്റ്റ് ഷോ പോയി കാണുന്നതൊക്കെ വിജയുടെ സിനിമകൾ മാത്രമാണ്. അപ്പോൾ അതിന് മിസ് ചെയ്യും. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ആ ഒരു ആഘോഷം കാഴ്ചവെക്കാൻ പറ്റില്ല, അവിടെ പോയി അടിച്ചു പൊളിക്കാൻ പറ്റില്ല,
ഫാൻസിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് ആ സിനിമ കാണാൻ പറ്റൂല എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ആവുന്നു. അല്ലാതെ വിജയ് എന്താണ്, വിജയുടെ വഴിയിൽ തന്നെ ഞാനും എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും വലിയൊരു മനുഷ്യനെ, ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ ഒരു ഇഷ്ടപ്പെടുന്നതിലും അദ്ദേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതിലും ഒന്നും ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ പേഴ്സണൽ വീഡിയോ ആണ്. ഇത് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ തിരിഞ്ഞു പോയി എൻ്റെ പഴയ വീഡിയോ 2024 ജൂൺ 22 ഞാൻ വിജയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അപ്പോൾ ഞാൻ കേൾക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്നത് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുന്ന വീഡിയോ ആണ്. സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് ആരൊക്കെ കണ്ടെന്ന് എനിക്കറിയില്ല, കാണുമെന്ന് എനിക്കറിയില്ല. 1-2 പേര് കാണും, അതുറപ്പാണ്. അപ്പോൾ എന്തായാലും വിജയുടെ 50ാമത്തെ പിറന്നാൾ ഇപ്പോൾ ഇനിയിപ്പോൾ അപ്ഡേറ്റ് ഒക്കെ വരും. നാളെ വിജയ് പാടിയൊരു പാട്ട് റിലീസാകാൻ പോകുന്നുണ്ട്. ചിന്ന ചിന്ന കൺകൾ, അതാണെന്ന് തോന്നുന്നു. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിനകത്ത് വന്ന ആദ്യത്തെ പാട്ട് ഫ്ലോപ്പാണ്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ഒരുപാട് പേർക്കും ഇഷ്ടപ്പെട്ടില്ല. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയിലെ പാട്ട് വെങ്കട് പ്രഭുവാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സോ ഇതിനകത്തുള്ള സെക്കൻഡ് സിംഗിൾ നാളെ റിലീസാവുകയാണ് 6 മണിക്ക്. 22 വിജയുടെ ബർത്ത്ഡേ വരെ അന്ന് വൈകിട്ട് 6 മണിക്ക് പാട്ട് റിലീസാണ്. വിജയ് തന്നെ പാടുന്ന പാട്ടാണ്. അപ്പോൾ ഇതൊരു റൊമാൻറ്റിക് സോങ് ആയിരിക്കും, ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പോൾ ഈ സോങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എന്തോ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നു. 12 മണി ആകുമ്പോഴത്തേക്കും ഏതൊരു ഷോർട്ട് വീഡിയോ, അതായത് ഗോഡ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇങ്ങനെ വരുന്നെന്ന് പറയുന്നു. അത് ഒരു വീഡിയോ ആയിട്ടായിരിക്കും, 2-3 വീഡിയോ ആയിട്ടായിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും വിജയുടെ ബർത്ത്ഡേ ആയിട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ടീം വന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. വിജയ് ഇന്നലെ കൂടെ തന്നെ മറ്റേ കള്ളക്കുറിച്ചിയിൽ ആ ഒരു എന്താ പറയാ, മറ്റേ ചാരായം വിഷം കലർത്തി അങ്ങനത്തെ ഒരു എന്തോ ഇഷ്യൂല് 42-ലധികം ആൾക്കാർ ഇന്നലെ മരിച്ചായിരുന്നു. അപ്പോൾ ബാക്കി ഹോസ്പിറ്റലിൽ 120-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പോയി ഇന്നലെ കണ്ടായിരുന്നു. ഇതാണ് പറഞ്ഞ ആ ഒരു രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ രാഷ്ട്രീയത്തിലോട്ട് ഇൻവോൾവ് ആവാനാണെന്ന് തോന്നുന്നു. ഇതുപോലെ പെട്ടെന്ന് തന്നെ ഓരോരുത്തർ എത്തിപ്പെടുന്നതൊക്കെ. അപ്പോൾ എന്തായാലും രാഷ്ട്രീയത്തിൽ വിജയ് സക്സസ് ആകുമോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ തലപതി വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.